നമസ്കാരം, ഞാൻ അശ്വതി. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. തിരുവാഭരണത്തിൽ അയവ് വരുത്തി. ശബരിമല യുവതീ പ്രവേശനത്തിനെതിരായ സമരത്തിൽ സജീവ പങ്കാളികളായവർക്ക് തിരുവാഭരണ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നതിന് ഏർപ്പെടുത്തിയ വിലക്കിൽ പോലീസ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായേക്കും. പോലീസിനെ ആക്രമിച്ചവരെയും പൊതുമുതൽ നശിപ്പിച്ചവരെയും ക്രിമിനൽ കേസിൽപ്പെട്ടവരെയും ഒഴിവാക്കി മറ്റുള്ളവർക്ക് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകാമെന്ന് ജില്ലാ പോലീസ് മേധാവി ടി നാരായണൻ അറിയിച്ചതായി വിവരം. നടപടി പന്തളം കൊട്ടാരത്തിന്റെ ശക്തമായ നിലപാടിനെ തുടർന്നെന്ന് സൂചന. തിരുവാഭരണ പേടകവും പല്ലക്കും ചുമക്കുന്നവരെ പന്തളം കൊട്ടാരമാണ് നിശ്ചയിക്കുക. ഇവരുടെ പട്ടികയും പോലീസിന് നൽകണം. പോലീസിന്റെ കത്ത് സംബന്ധിച്ച് ദേവസ്വം ബോർഡും കൊട്ടാരവും ചർച്ച നടത്തിയിരുന്നു. തിരുവാഭരണ പേടകം വഹിക്കുന്ന 22 അംഗ സംഘവും അനുഗമിക്കുന്നവരും ഉൾപ്പെടെ 100-ൽ താഴെ ആൾക്കാരെയാണ് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. ഇവരിൽ സമരത്തിൽ സജീവ പങ്കാളിത്തം വഹിച്ചവരും കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ടവരുമുള്ളതിനാൽ പോലീസ് നിർദ്ദേശം പ്രായോഗികമല്ലെന്നാണ് പന്തളം കൊട്ടാരം അറിയിച്ചത്. അതേസമയം ഗുരുതര ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടവരെ ഉദ്ദേശിച്ചാണ് കത്ത് നൽകിയതെന്ന് പോലീസ്. ഘോഷയാത്രയെ അനുഗമിക്കുന്നവരുടെ പട്ടിക ഇന്ന് വൈകിട്ട് 4-ന് മുൻപ് പന്തളം പോലീസ് സ്റ്റേഷനിൽ എത്തിക്കാനാണ് നിർദ്ദേശം. പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകുന്നവർക്ക് മാത്രമേ ദേവസ്വം ബോർഡ് തിരിച്ചറിയൽ കാർഡ് കിട്ടുകയുള്ളൂ. സമരക്കാരുടെ ചിത്രങ്ങൾ പോലീസിന്റെ നിരീക്ഷണ ക്യാമറകളിൽ പതിഞ്ഞിട്ടുണ്ട്. സമരവുമായി ബന്ധപ്പെട്ട് വിവിധ കേസുകളിൽ പ്രതികളായവരുടെ വിവരങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. നാളെ ഉച്ചയ്ക്ക് 1-ന് പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്നാണ് തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെടുക. റാം റഹീം കുറ്റക്കാരൻ തന്നെ. മാധ്യമപ്രവർത്തകൻ രാംചന്ദൻ ഛത്രപതിയെ കൊലപ്പെടുത്തിയ കേസിൽ സ്വയം പ്രഖ്യാപിത ആൾദൈവം ഗുർമീത് റാം റഹീം ഉൾപ്പെടെ 4 പേർ കുറ്റക്കാരെന്ന് കോടതി. പഞ്ച്കുല പ്രത്യേക CBI കോടതിയുടേതാണ് വിധി. ഈ മാസം 17-ന് ശിക്ഷ പ്രസ്താവിക്കുമെന്ന് കോടതി. 2002 നവംബർ 2-നാണ് മാധ്യമപ്രവർത്തകൻ ഛത്രപതിക്ക് നേരെ ഗുർമീത് വെടിയുതിർത്തത്. സിർസയിലെ ദേരാ സച്ച് ആസ്ഥാനത്ത് ഗുർമീത് എങ്ങനെയാണ് സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നതെന്ന് പൂരാ സച്ച് എന്ന തന്റെ പത്രത്തിലൂടെ ഛത്രപതി വെളിപ്പെടുത്തിയിരുന്നു. ഇതിന് പ്രതികാരമായാണ് ഗുർമീത് ഛത്രപതിക്ക് നേരെ വെടിയുതിർത്തത്. സാരമായ പരിക്കുകളോടെ മാധ്യമപ്രവർത്തകനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും 2003-ൽ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ആശ്രമത്തിലെ 2 സന്യാസികളെ പീഡിപ്പിച്ച സംഭവത്തിൽ 20 വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ട ഗുർമീത് സിംഗ് നിലവിൽ ഹരിയാനയിലെ സുനരിയ ജയിലിലാണ്. അലോകിന് മതിയായി. CBI ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം നീക്കിയതിന് പിന്നാലെ സർവീസിൽ നിന്ന് രാജിവെച്ച് അലോക് വർമ്മ. ഡയറക്ടർ പദവിയിൽ നിന്നും മാറ്റിയ അലോക് വർമ്മയ്ക്ക് ഫയർ സർവീസ് DG പദവി നൽകിയിരുന്നു. എന്നാൽ ആ പദവി സ്വീകരിക്കാതെയാണ് രാജി. സ്വയം വിരമിക്കാൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയ സെക്രട്ടറി C ചന്ദ്രമൌലിക്ക് കത്ത് നൽകി. ആവശ്യം കേന്ദ്ര സർക്കാർ അംഗീകരിക്കുമെന്നാണ് സൂചന. സെലക്ഷൻ കമ്മിറ്റി യോഗത്തിൽ തന്റെ ഭാഗം വിശദീകരിക്കാനുള്ള അവസരം നൽകിയില്ലെന്ന് കത്തിൽ അലോക് വർമ്മ. സ്വാഭാവിക നീതി തനിക്ക് നിഷേധിക്കപ്പെട്ടു. തന്നെ പുറത്താക്കണമെന്ന് കണക്കുകൂട്ടിയുള്ള നീക്കങ്ങളാണ് നടന്നത്. CBIയുടെ തന്നെ അന്വേഷണം നേരിടുന്ന ഒരാളുടെ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തന്നെ പുറത്താക്കാൻ സെലക്ഷൻ കമ്മിറ്റി തീരുമാനിച്ചതെന്നും കത്തിൽ അലോക് വർമ്മ. അലോക് വർമ്മ രാജിവെക്കുന്നതോടെ കേന്ദ്ര സർക്കാരിന് കൂടുതൽ തിരിച്ചടിയാകുമെന്നാണ് സൂചന. കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട പല രഹസ്യങ്ങളും ഇദ്ദേഹം മാധ്യമങ്ങളെ കണ്ട് വെളിപ്പെടുത്തുമെന്ന വാർത്തയും ഉണ്ട്. അതിനിടെ തനിക്കെതിരായ കേസുകൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് CBI സ്പെഷ്യൽ ഡയറക്ടർ രാകേഷ് അസ്താന സമർപ്പിച്ച ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളി. അസ്താനയ്ക്കെതിരായ കേസുകൾ തുടരാമെന്ന് ഹൈക്കോടതി. 6 കൈക്കൂലി കേസുകളിലെ FIRകൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് അസ്താന ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചത്. പ്രതീക്ഷയോടെ ഷാ. കേരളത്തിലും BJP മുന്നേറ്റമുണ്ടാകുമെന്ന പ്രഖ്യാപനവുമായി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ. 2019-ലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പോരാട്ടം 2 ആശയങ്ങൾ തമ്മിലാണ്. അതിനാൽ വിജയം അതിപ്രാധാന്യമാണെന്നും അമിത്ഷാ. രാജ്യത്തിന് പുതിയ ദിശാബോധം നൽകാൻ മോദി സർക്കാരിന് സാധിച്ചു. പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ വ്യത്യാസമില്ലാതെ സാമൂഹിക സുരക്ഷ ഉറപ്പാക്കാൻ സർക്കാരിന് കഴിഞ്ഞു. GST വ്യാപാര മേഖലയെ ശക്തിപ്പെടുത്തി. രാമക്ഷേത്രം പണിയുക തന്നെ വേണം. അതാണ് BJPയുടെയും ആവശ്യം. 2014-നേക്കാൾ ഭൂരിപക്ഷത്തിൽ 2019-ൽ BJP വിജയിക്കുമെന്നും അമിത്ഷാ. തടവുകാരെ തിരിച്ചു വിളിക്കണം. 10 വർഷത്തിലധികം ജയിലിൽ കിടന്ന 209 തടവുകാർക്ക് ശിക്ഷയിൽ ഇളവ് അനുവദിച്ച് വിട്ടയച്ച സർക്കാർ ഉത്തരവ് റദ്ദാക്കി ഹൈക്കോടതി ഫുൾ ബെഞ്ച്. 2011-ൽ പുറത്തുവിട്ടവരുടെ ലിസ്റ്റ് ഗവർണറും സർക്കാരും 6 മാസത്തിനകം പുനഃപരിശോധിക്കണം. ഗാന്ധിജിയുടെ 150-ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ തീരുമാനപ്രകാരമാണ് സംസ്ഥാന ജയിൽ വകുപ്പ് 209 തടവുകാരെ വിട്ടയച്ചത്. ഹൈക്കോടതിയുടെ സുപ്രധാന വിധി കൊലപാതക കേസുകളിൽ ഇരകളുടെ ബന്ധുക്കൾ നൽകിയ ഹർജിയും കോടതി സ്വമേധയെടുത്ത ഹർജിയും പരിഗണിച്ച് ഇളവ് ലഭിച്ചവരിൽ പലരും 10 വർഷം ശിക്ഷ അനുഭവിച്ചിട്ടില്ല എന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഇതോടെയാണ് ഉത്തരവ് പുനഃപരിശോധിക്കാൻ കോടതി തീരുമാനിച്ചത്. കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. അടുത്ത വാർത്തയുമായി 1 മണിക്കൂറിന് ശേഷം നിഖിന ചേരും. നമസ്കാരം.